ഗ്രീപ്പ് കണ്ടല്ലോ, സ്നേഹം, ഐക്യം, കൂട്ടായ്മ. അറിയോ? ഒന്ന് കാണിച്ചെടുത്ത്, ഒന്ന് കൈയടിച്ച് കാണിച്ചെടുത്ത് സ്നേഹം. ഇതൊക്കെ ഞാൻ വിട്ട്, ഇതിന്റെ മോണിറ്ററിന്റെ സൗണ്ട് കൂട്ടിക്കോട്ടോ, എനിക്ക് വിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഞാൻ വിട്ട് ഈ കൂട്ടത്തല്ലി നടക്കുമ്പോ നീ എന്റെ കൂടെ എന്നെ കുറഞ്ഞെന്ന് വിളിച്ചു. എന്നെ കുറഞ്ഞു വിളിച്ചു. വിളിച്ചില്ലേ? വിളിച്ചു. നീ എന്നെ കുറഞ്ഞു വിളിച്ചാൽ സമാനം പറഞ്ഞു. വിളിച്ചു. വിളിച്ചതിന് സമാധാനം പറയണി. ഈ കൊരങ്ങ എന്ന് പറയുന്ന വൃത്തിയുടെ വാക്കൊന്നുമല്ല, ഡാർവിന്റെ പരിണാമം എന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ അമ്മയുടെ മോനെ ആര്? ഡാർവിൻ. ഡാർവിന്റെ പരിണാമം, അതായത് കൊരങ്ങെന്ന് പുനർജനിച്ചാണ് മനുഷ്യന്മാരുണ്ടായത്. ചുരുക്കി പറയും, നമ്മളൊക്കെ കൊരങ്ങന്റെ ഫാമിലിയാ. അത് നീയും നിന്റെ ഫാമിലി. ഡീസന്റാ ഞാൻ. ഡീസന്റാ ഞാൻ. നല്ല ഡീസന്റ്. ഇവിടുത്തെ മുണ്ട് വിലയായിരിക്കും കൊടുക്കാൻ പഠിക്കും, എന്നിട്ട് തന്നെ ഡീസന്റ്. എനിക്ക് വല്ലാതെ ചെലക്കണ്ട. ഇതിന്റെ സെറ്റപ്പ് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളെപ്പോഴേക്കും നല്ലത് അടിച്ച് പറ്റായിട്ട് റോഡ് സൈഡിൽ വാളും വെച്ച് കിടക്കുന്ന സമയത്ത് ഒരു മുണ്ട് പോലെ ഒന്നുണ്ടല്ലോ സേഫ്റ്റിക്ക്, സ്റ്റെപ്പിനി. അല്ല, നിങ്ങൾ ഇങ്ങനെ കുടിച്ചു നടന്ന വീട്ടുകാരും നാട്ടുകാരൊക്കെ ചോദിക്കൂലേ? ചോദിക്കും. പറഞ്ഞു ഒരു തുള്ളി ഞാൻ കൊടുക്കില്ല, എനിക്ക് എന്നെ തകയുന്നില്ല. പിന്നെ വീട്ടിലേക്ക് ഇങ്ങനെ കുടിച്ചു നടന്ന ഒരു പെണ്ണ് കിട്ടുമോ? അപ്പൊ എന്നെ പ്രിയപ്പെട്ടവരും കള്ളും കുടിച്ച് മോശപ്പേരിലേക്ക് എനിക്ക് പെണ്ണ് കിട്ടില്ല എന്നില്ല. കിട്ടില്ല. നീ കേട്ടോ, നിങ്ങളും കേട്ടോ, എനിക്ക് പെണ്ണ് കിട്ടുകയും ചെയ്തു, ഞാൻ കിട്ടുകയും ചെയ്തു. അത് ഭയങ്കര സംഭവം കേട്ടോ. ഞാൻ കള്ളു കുടിക്കൂല, സിഗരറ്റ് വലിക്കൂല, അപ്പൊ തന്നെ ബാക്കിയുള്ള ഒരു ദുശീലങ്ങൾ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കൂല. നീ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? പോയി ചത്തുറങ്ങി. അല്ലെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേ, എനിക്ക് പാട്ടോട് അവസരം തരും. പാട്ടാടാൻ അവസരം ഒന്നുമല്ല. ഇവിടെ ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെ കള്ളും കുടിച്ച് ആയി വന്ന സ്റ്റേജിലൊന്നും അവസരം തരൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും വ്യത്യസ്തമായ കലാപരമായ കഴിവുകൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ കലാകാരനാണ് തെളിയിക്കണം അല്ലേ? അതെ, കലാകാരനെ തെളിയിക്കണം. മനസ്സിലാക്കോ? ഒരുപാട് കലാകാരന്മാരും കലാകാരികളുള്ള ഈ നാട്ടില് ഈ പാട്ടുപാട് അവസരം തരാന്ന് അവഹേളിച്ച് വന്നു നാട്ടിനെ തല്ലി പൊളിച്ച സ്ഥിതിക്ക്, ഇനിയിപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ വിളിച്ച് നീ കലാകാരനാണെന്ന് വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഒരു കലാപ്രകടനം കാഴ്ച നീ എന്നെ അംഗീകരിക്കോ? കലാപ്രകടനം അംഗീകരിച്ചാൽ ഞാൻ അംഗീകരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ അംഗീകരിച്ചു ഒരു കാര്യം എനിക്ക് തന്നു. പ്രിയപ്പെട്ടവരെ, നീ എന്നോട് വർത്താനം പ്രവർത്തിച്ച് കാണിച്ചാൽ പ്രവൃത്തിയോ? എന്റെ കബറവിടെ? എന്റെ കബറ് ഞാൻ കുത്തു. കബറകളുടെ കയ്യിൽ കവറിനാ. നീ അങ്ങനെ വർത്താനം ഞാൻ പ്രവർത്തിക്കാൻ പോവാ. കാണിച്ചാൽ എന്താ വിച്ചാത്തില്ല? എന്താ ഇത്? ബലൂണല്ലേ? ഈ ബലൂൺ നിങ്ങൾക്ക് ഊതി വീർപ്പിക്കാൻ പറ്റോ? ഇത് ഊതി വീർപ്പിക്കുന്നല്ല, ഇത് നമ്മുടെ സൈക്കിൾ ട്യൂബ് മറ്റേ സാധനം ഉപയോഗിച്ച് വീർപ്പിക്കുന്ന സാധനം. പൂരപ്പറമ്പിൽ പമ്പിച്ച് അടിച്ച് വീർപ്പിക്കണ ഈ ബലൂൺ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഞാൻ ഊതി വീർപ്പിക്കാൻ പോവാ. ഊതി വീർപ്പിക്കാൻ പോവാ? വീർപ്പിക്കാൻ മാത്രമല്ല, അതിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഊതി വീർപ്പിച്ച് ഇത്രയും വലുപ്പുണ്ടാവില്ലേ, ഈ സാധനം നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഞാൻ വിഴുങ്ങാൻ പോവാ. പിന്നെ ഇതിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിട്ട് മഴയിൽ ഇങ്ങനെ കൈയടിച്ചിട്ട് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ കൈയടിച്ചിലും കുഴപ്പമില്ല, പകുതി നിർത്തരുത്, സാധനം ചങ്കലിൽ നിന്ന് പൊട്ടും. കുഞ്ഞുമക്കൾ അംഗീകരിക്കരുത്, ചങ്കലിൽ നിന്ന് പൊട്ടിയ മാമൂത്രവാദിയല്ല. ആരെയോ റെഡി? ഒറ്റ മിനിറ്റ്, ഞാൻ പറഞ്ഞ മൂസിലിട്ടോ. എന്തെന്നാടാ തെരയുന്നത്? ഊതണ ഭാഗം നീ പിടിച്ച പിന്നെ ഏത് കൂടെ ഊതണം പൊളിക്കാൻ പോവാ. പൂർണ്ണമായിക്കോട്ടെ, ചങ്കട പിടുത്തം വിട്ട കളിയാണ്. വളഞ്ഞ ബലൂൺ അതൊന്ന് എന്താ മോനെ ഒരു വിമിഷ്ടം? എന്തേ ബാത്റൂം പോണോ? ആ ഒരു ഫിഗർ അപ്പൊ എന്റെ മുഖത്തുള്ളത്. ഒന്നോ രണ്ടോ? വാള വെക്കരുത്, സ്റ്റേജിന്റെ പോണ വാള വെക്കരുത്. വാള വെക്കരുത്. ജ്വരറ്റാൻ വന്നായിട്ടുണ്ടല്ലോ. അമ്മ ഇനി വീർപ്പിക്കണ്ട. നന്നായിട്ട്
എന്റെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടം കൈഡെന്നുള്ള പാവല്ല ഞാൻ. വീർപ്പിച്ചല്ലേ? ലൈറ്റ് ഇടോ. ആ ലൈറ്റ് ഓഡിയൻസ് ആയിട്ടോ കമ്മിറ്റിക്കാർ ഏത് വഴിക്കൂടെ വരുന്ന അറിയാൻ പറ്റില്ല, ഓടാൻ വേണ്ടിട്ട് ഒറ്റ വെച്ചു. പിന്നെ സംഭവം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടല്ലേ? അപ്പൊ അത് വിഴുങ്ങിയില്ലേ, അത് അതുപോലെ തന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ? വിഴുങ്ങി അതുപോലെ തന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇവിടെ ഒന്ന് അതെ, ഈ വൈകുന്നേരത്തിൽ വെച്ച് ഞാൻ ചപ്പാത്തി ചിക്കൻ പുറത്തെടുക്കാൻ പറ്റുമോ? അത് രാവിലെ പോകേണ്ട സമയത്ത് പോകേണ്ട വഴിക്ക് പോക്കണം, അതിന്റെ പാക്കറ്റാണ് പോകണം. പാടൊക്കെ മനസ്സിലായി. ഞാൻ ചൂടായിട്ട് ചൊണ്ണ അടിച്ച് ഞാൻ പിടിച്ചാണ് കേട്ടിക്കുന്നത്. കലാപരമായ പ്രകടനം കാണിച്ചു കുട്ടികളോട് ഒന്നുകൊണ്ട് ചോദ്യം ചോദിക്കട്ടെ. അത് കഴിഞ്ഞാൽ തരണം. ഓക്കെ നോക്കാം. ഓക്കെ, എന്റെ ആദ്യ ചോദ്യം ഇതാണ്. ഞാൻ ചോദ്യം ചോദിക്കാൻ പാടുന്നത് മുന്നിലുള്ള ആൾക്കാർ കുട്ടികൾ ഒന്ന് കൈയടിക്കോ? ഒരു കൈയടിക്കും. അറിയില്ല, എന്റെ ഭാര്യയുടെ അനിയത്തി അതെ 10 കൊല്ലം കല്യാണം കഴിച്ചിട്ട് മൊട്ടിട്ടില്ല, പ്രസവിച്ചിട്ടില്ല. കുട്ടികളെ പറയണോ? എന്റെ പേര് ഭാസ്കരൻ കുട്ടി. അപ്പൊ ഞാൻ പറയും അയ്യോ. അടുത്ത ചോദ്യം, നട്ടാൽ പെട്ടെന്ന് പിടിക്കുന്ന ചെടി ഏതാണ്? കഞ്ചാവോ? നട്ടിട്ട് 2 ദിവസം അപ്പിക്ക് പിടിച്ചു. ആര്? പോലീസ്. എന്തായാലും പിടിച്ചാ പോരെ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ മാത്രം പെട്ടെന്ന് പറയണം. അതായത് സ്ത്രീകൾക്കാണ് ഒരുപാട് മുടിയുള്ളത്, അവരാണ് മുടി സംരക്ഷിക്കുന്നത്, നമുക്കറിയാം. എന്റെ ചോദ്യം ഇതാണ്, സ്ത്രീകൾ കുളിക്കുന്ന സമയത്ത് എണ്ണ ഇട്ട് കുളിക്കുന്നതോ ഷാമ്പു ഇട്ട് കുളിക്കുന്നതോ ഏറ്റവും നല്ലത്? ബാത്റൂമിന് കൊടുത്തിട്ട് കുളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്റെ ചങ്ങായി മെല്ലപ്പായി ചങ്ങായി ഒന്നങ്ങോട്ട് മാറി കാണുന്നു. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, പരശുരാമൻ മഴുവെടുത്തെറിഞ്ഞത് എന്തുകൊണ്ട്? പണിക്ക് പോകാൻ മടിയായതുകൊണ്ട്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കാം. നമുക്കറിയാം, നമ്മുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭാര്യയെ വിധവ എന്ന് വിളിക്കും. എന്നാൽ ഭാര്യ മരിച്ച ഭർത്താവിന് നമുക്കെന്ന് വിളിക്കാം? ഭാഗ്യവാൻ. അച്ചങ്ങായിക്ക് ഒരു സ്നഗ്ഗി വാങ്ങി കൊടുക്കുന്നു. എല്ലാം കൂടി തൂർത്തി പോവാൻ മുഖമൊക്കെ ഒന്നായിട്ട്. ഓക്കെ, ആ ചോദ്യം വിട്ടേ, കഥാ വഴിക്ക് പോയി വിചാരിക്കാം. ഓക്കെ, എന്റെ അടുത്ത ചോദ്യം ഇത്, ദഹന പ്രക്രിയ എന്നാൽ എന്താണ്? അതറിയല്ലോ. ദഹന പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഡാൻസ് മാത്രമേ അറിയുന്നു, ദഹന പ്രക്രിയ അറിയേലേ. ഓന നല്ല പാമ്പേഴ്സ് തന്നെ വാങ്ങി കൊടുക്കണ്ടേ? ഉറപ്പാ. ശ്രദ്ധിച്ചിട്ടോ വരുന്ന വഴി. ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ എനിക്കറിയാം. ദഹന പ്രക്രിയ മറ്റൊന്നും, നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്നനാളം വഴി നമ്മൾ ചെറുകുടൽ വൻകുടൽ ആമാശയം ഈ താമരശ്ശേരി ചകർന്നിട്ട് മെല്ലെ മെല്ലെ വരുന്ന ഒറ്റ വാക്കിൽ അവസാനിച്ച ദഹന പ്രക്രിയ അല്ലേ? ലിസൺ ടു മീ എവരിബഡി. വലത് കൈകൊണ്ട് തുടങ്ങി ഇടത് കൈകൊണ്ട് അവസാനിപ്പിക്കുന്ന പരിപാടിയല്ലേ ദഹന പ്രക്രിയ? ഇനി എന്റെ പ്രിയപ്പെട്ടവരുടെ പ്രതിനിധീകരിച്ച് ആ കാര്യത്തിൽ നിന്നോട് ചോദിക്കട്ടെ. എന്നോട് 1 or 10 ചോദിച്ചു. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം യെസ് ഓർ നോ. ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയണം. റെഡി? നിനക്ക് ഭ്രാന്താണെന്ന് നിന്റെ വീട്ടുകാർക്ക് അറിയാമോ? യെസ് ഓർ നോ? അല്ല, നിങ്ങൾ ഏത് പാട്ടാ പാടുന്നത്? ഏത് പാട്ടാ പാടുന്നത്? ചിത്രപ്പടം നന്നായോ? അല്ല, പാട്ട് വെച്ചരാ. അല്ലേ, ഇങ്ങനെയാണ് ഈ ചോദ്യം എനിക്ക് ആദ്യം വെച്ചാൽ കോംപ്രമൈസ് സ്ഥിതിക്ക്. നീ അറിഞ്ഞോ? ഞാൻ അറിയില്ല. ഒറ്റയ്ക്കും നീ അറിഞ്ഞു മേലവന്റെ കരോക്കെ ഓർക്കസ്ട്രയിൽ പാടുകളുടെ ചങ്കള് ശ്രമിക്കണം. ഓക്കെ, ഞാൻ ഐഡിയ സാഹസികരൊന്നുമില്ല, നിങ്ങളുടെ സ്നേഹ സപ്പോർട്ടിന് പൊളിക്കാം. മറുപടി ഈ വാലിലെ സാധനം എടുത്തോണ്ടോ? ഈ വാലിലത്ത് മതി എടുത്തോ. ഒറ്റ പാട്ട് വേണ്ടി ഞാൻ സ്ഥലം വിടും. കൂടുന്നവരുണ്ടോ? ചങ്കളെ പ്ലീസ്, ലവ് യു ഓൾ. ഇട് വേഗമേ. നീ അറിഞ്ഞോ മേലെ വാനത്ത് ആ
ഉഷാറായിട്ടുണ്ട്. ഓക്കെ, ഗംഭീരമായിട്ട് നല്ലൊരു കൈയ്യടി കൊടുക്കണം അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളെ അഭിഷേകന്റെ ഒപ്പം തന്നെയുള്ള ഒരു കലാകാരനാണ് നമ്മുടെ സുരേഷ് കുന്നംകുളം എന്നൊരു കലാകാരനാണ്. ഒരുപാട് TV ചാനലിൽ മദ്യപാനിയായിട്ടുള്ള ഒരുപാട് സ്കിറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു.